വലിയ ജോലിയുള്ള മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയ ലൗലിക്ക് നാടിന് നൽകാനുള്ള ഉപദേശവുമുണ്ട്. വാർദ്ധക്യ ഒരു അവസ്ഥയാണ്. പല രീതിയിൽ പിന്നെ എൻ്റെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ആരുടെയും സ്നേഹം കിട്ടിയിട്ടുള്ളൊരു അമ്മയില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ ഒരു വീഡിയോ ഇത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എനിക്ക് ആദ്യം അത് തന്നെ പറയാനുള്ളൂ. കാരണം നമ്മൾ കണ്ടൊരു മുഖം, ആ മുഖത്തിന് മറ്റൊരു മുഖമുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ലൗലി ബാബു എന്ന് പറയുന്ന നാടക നടി, സീരിയൽ ആക്ട്രസ് ഒക്കെ ആയിട്ടുള്ളവർ അവരുടെ 90 വയസ്സിലധികം പ്രായമുള്ള അമ്മയുമായിട്ട് വീട്ടുകാർ നോക്കാനുള്ള ബുദ്ധിമുട്ട്, സ്വന്തം ഭർത്താവും കുടുംബവും മക്കളൊക്കെ ഒരു വൃദ്ധയായ ആ ഒരു സാധു സ്ത്രീയെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിച്ചത് കാരണം ആ അമ്മയെ കൊണ്ട് ഗാന്ധിഭവനിലേക്ക് വന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് എന്നിലേക്ക് ഈ ഒരു വിഷയം എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. ബ്രോ, ഇപ്പോൾ ലൗലി ബാബു എന്ന് പറയുന്ന ഒരു നാടക സീരിയൽ നടിയുടെ വീഡിയോ പ്രമുഖ ചാനലിൽ വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, മക്കളും ഭർത്താവും അവരുടെ അമ്മയെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അവരെയും കൂട്ടി ഗാന്ധി ഭവനിൽ പോയി. പക്ഷേ ഇതിൻ്റെ കോമഡി എന്തെന്ന് വെച്ചാൽ, അവർ ആ പ്രായമായ സ്ത്രീയെ ഉപദ്രവിക്കുന്ന വീഡിയോ വൈറലാണ്. ഇവർ കാരണം ആ കുടുംബത്തിനുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് ചില്ലറയല്ല. ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ്. അതിനുശേഷം എന്താണ് ഈ ലൗലി ബാബു വിഷയം എന്നുള്ള കാര്യം ഞാൻ യൂട്യൂബിൻ്റെ അകത്തൊക്കെ സെർച്ച് ചെയ്തു, ഫേസ്ബുക്കിൻ്റെ അകത്ത് സെർച്ച് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിനകത്ത് സെർച്ച് ചെയ്തു. കുറച്ച് ഡാറ്റാസ് കിട്ടിപ്പോയി. അതിൻ്റെ ഇടയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന, വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താം. ആദ്യം ഈ ഒരു വിഷയത്തിൻ്റെ മെയിൻ ഘടകം നിങ്ങളൊന്ന് കാണുക. അതായത് എന്താണ് ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റാറ്റസ്, സമൂഹത്തിന്റെ മുമ്പിലുള്ള ഒരു സംഭവം പറയാം. അതിനുശേഷം മറ്റേ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. താരമാണ് ഉറ്റവർ കൈവിട്ടപ്പോൾ ഗാന്ധി ഭവനിൽ അമ്മയുമായി അഭയം തേടിയത്. അപ്പം എൻ്റെ മക്കൾ രണ്ടുപേരും ജോലിക്കാർ, ഒരാൾ എയർഫോഴ്സ്, ഒരാൾ മാൽഡീവ്സിൽ ഫാർമസിസ്റ്റാണ്. അവരുടെ വൈഫൊക്കെ അവരുടെ കൂടെ. അപ്പം അമ്മയെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിൽ പണ്ട് തൊട്ടേ അമ്മയോട് എത്ര, പിന്നെ അമ്മ ഇച്ചിരി പൊസസീവ്നെസ് കൂടുതലുള്ള, ഞാൻ തന്നെ എല്ലാം ചെയ്യണം, അവരെത്ര ചെയ്താലും പറ്റുന്നില്ല, അത് അവർ ഭക്ഷണം കഴിക്കാതിരിക്കും, അങ്ങനെയൊക്കെ ഭയങ്കര ഡിപ്രഷനായി. എനിക്കും അമ്മയ്ക്ക് ഇടയിൽ ഒരുപാട്, ഞങ്ങളും തമ്മിൽ വഴക്കുണ്ടാക്കും. വീട്ടിൽ വന്ന സൗകര്യമില്ല, അപ്പോൾ എനിക്ക് വർക്കിന് പോകാൻ പറ്റുന്നില്ല, വർക്കിന് അമ്മയ്ക്ക് സുഖമില്ലാന്ന് വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അവർ തന്നെ പറയുന്നു, ഇതിനകത്ത് അവർ പറയുന്നു, കാരണം അമ്മയുമായിട്ട് ഞാൻ വഴക്കുണ്ടാകാറുണ്ട്, അതിൻ്റെ ഒരു ഡിപ്രഷൻ ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടും വൃത്തിയായിട്ടുള്ള, അവരിപ്പോൾ ജോലിക്ക് പോകണം, അവരുടെ തൊഴിലെടുക്കണം, അതോടൊപ്പം തന്നെ അമ്മയെ നോക്കണം, അമ്മയെ വീട്ടിലുള്ള ആൾക്കാർ ടേക്ക് കെയർ ചെയ്യത്തില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ത്രീക്ക് ആ ഒരു വിഷയം കൺട്രോൾ ചെയ്യുന്നിടത്ത് അവർക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന് നമുക്ക് ആ ഒരു ശബ്ദത്തിലൂടെ, വർത്തമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാനിങ്ങനെ സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു, നിർത്തിയില്ലെങ്കിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. വലിയ ജോലിയുള്ള മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയ ലൗലിക്ക് നാടിന് നൽകാനുള്ള ഉപദേശവുമുണ്ട്. വാർദ്ധക്യ ഒരു അവസ്ഥയാണ്. പല രീതിയിൽ പിന്നെ എൻ്റെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ആരുടെയും സ്നേഹം കിട്ടിയിട്ടുള്ളൊരു അമ്മയില്ല. ഓക്കെ, അപ്പോൾ ഗാന്ധി ഭവനിൽ ഇപ്പോൾ അവർ വളരെ വേദനയോടുകൂടി, നമ്മളിപ്പോൾ ഒരു കാര്യം കണക്കിലെടുക്കണം. അപ്പം ഈ ഒരു വിഷയത്തിൻ്റെ ഒരു മെയിൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ നിൽക്കുന്ന ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജീവനോടുണ്ടെങ്കിൽ ഞാനും വൃദ്ധനാവും, ചിലപ്പോൾ ഒട്ടും വയ്യാത്തൊരവസ്ഥ, ചിലപ്പോൾ രോഗബാധിതനായി കഴിഞ്ഞാൽ കടന്നു പോകും. അപ്പോൾ നമ്മളെ ശുശ്രൂഷിക്കാൻ നമ്മളെ മക്കൾ വേണമെന്നൊരു ആഗ്രഹം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉറ്റവരോ അല്ലെങ്കിൽ ആരെങ്കിലോ ഒക്കെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവണമെന്ന് വരില്ല. അത് ചിലപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും സ്നേഹിച്ച നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ നമ്മൾ ശുശ്രൂഷിക്കുമെന്നുള്ള ചിന്തയാണ്. ആ ചിന്ത ഇന്നത്തെ കാലത്തല്ല, മുൻപത്തെ കാലത്തും ഈ കാലഘട്ടത്തിൽ വിഭിന്നമല്ലാതെ പലപ്പോഴും അങ്ങനെ സംഭവമൊന്നും കിട്ടാതെ പല ആൾക്കാരും മറ്റ് തരത്തിലേക്കൊക്കെ ലൈഫ് കൊണ്ടുപോകുന്നതും, നടതള്ളപ്പെടുന്നതും, വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ ഈ ലൗലി ബാബു എന്ന് പറയുന്നവർ 92 വയസ്സുള്ള അമ്മയുമായിട്ട് ഗാന്ധി ഭവനിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ്. ഇനി ഈ ഒരു കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് വന്ന മറ്റൊരു റീസെൻ്റായിട്ട് വന്നൊരു കമൻറ്റുകൾ കാണാം. ആ കമൻറ്റിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം കൂടെ വായിച്ചിട്ട് വേണം നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. ഈ കമൻറ്റ് കാണുക. ഈ പറയുന്ന ലൗലി ബാബു നല്ല മികച്ച നടിയാണ്. കാരണം ഒരേ സമയം ഇവർക്ക് 2 തരത്തിൽ പെരുമാറാൻ കഴിയും. ഇത്ര സ്നേഹലോലുപയായ മകൾ, ഇതേ അമ്മയെ ദിവസവും ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ കാണേണ്ടി വരുന്ന മക്കൾ, 2 പേരക്കുട്ടിയുണ്ട്, മരുമക്കളുണ്ട്. ജോലിയുള്ള മക്കളുടെ ആവശ്യം പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം കടം വാങ്ങുക. ഇത് മക്കളുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എന്നത് ഓർക്കണം. അതിനുശേഷം ഇത് എവിടെ എന്തിനു വേണ്ടി ചിലവാക്കുന്നു എന്നത് ഒരു നിഗൂഢതയാണ്. അതിനെ ചൊല്ലി ഉണ്ടാകുന്ന തർക്കങ്ങൾ തീരുന്നത് ഭരണിപ്പാട്ട് മാറി നിൽക്കുന്ന തരത്തിലുള്ള അസഭ്യ വർഷത്തിലൂടെയാണ്. പിന്നെ സാമ്പത്തിക ക്രമക്കേടുകളുടെ ദുരിശം തീർക്കാൻ നിരന്തരം വീട്ടിലുള്ളവരെ ഓരോന്നിനും കുറ്റപ്പെടുത്തുക, വീടിന് പുറത്തുള്ളവരോട് സ്വന്തം വീട്ടിലുള്ളവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുക എന്നിങ്ങനെയുള്ള കലാപരിപാടികൾ പുറമേ നിന്ന് നോക്കുന്നവർക്കെല്ലാം ത്യജിക്കുന്ന അമ്മ, വീട്ടിലുള്ളവർക്ക് മുന്നിൽ ഇത് തികച്ചും വിപരീതമായി പെരുമാറുന്ന ഒരു വ്യക്തി, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മതം മാറുന്ന ഒരു വ്യക്തി, കുറച്ചു കാലം മുൻപ് വരെ ഹിന്ദുവായിരുന്നു, പിന്നെ കുറേ കാലം ക്രിസ്ത്യനായിരുന്നു, ഇപ്പോഴും ക്രിസ്ത്യനാണ്, പക്ഷേ സഭ മാറി പെന്തക്കോസ്തായി എന്ന് മാത്രം, സ്വന്തം വീട്ടിലുള്ളവരെ വരെ നിർബന്ധിത മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചു. പിന്നെ ഈ വ്യക്തിയുടെ സമ്പർക്കത്തിനുള്ള യോഗ്യത കുറഞ്ഞത് ഒരു 2 വിവാഹമോചനം അല്ലെങ്കിൽ ഒരു അവിഹിതം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് എങ്കിലും ഉണ്ടാവണം എന്നതാണെന്നൊക്കെ പറയുന്നു.
ഇത് ആക്ച്വലി ഈ ഒരു സത്യം വെളുപ്പിക്കലാണ്, ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഓക്കെ, ഇനി ഈ ആൽഫ ഒമേഗ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ, ഇപ്പോൾ ഈ കമൻറ്റ് ഇട്ടേക്കുന്ന ഈ ഒരു ചാനലിലുള്ള ആരോ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തോ എക്സ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചാനലിലേക്ക് നമുക്ക് പോവാം. ഈ ചാനൽ എന്ന് പറയുന്ന സംഭവം വെറും 13 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ളൊരു പേജാണ്. അതിനകത്ത് വന്നേക്കുന്ന ഒരു വീഡിയോ ഞാൻ ആക്ച്വലി ഇത് കാണിച്ചു തരാം. ഇത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടുന്ന സംഭവമാണ്. ഇത് എനിക്ക് നോ കമൻസ്. അതിനകത്ത് കണ്ടത് ആരാണെന്ന് നിങ്ങൾ കണ്ടു. ഇപ്പോൾ ഈ ആൽഫ ഒമേഗ എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോ കിടപ്പുണ്ട്, ലിങ്കുണ്ട്. വേണമെങ്കിൽ ഈ ആൽഫ ഒമേഗ എന്ന് പറയുന്ന ആ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ ലവ്ലി ബാബു പറഞ്ഞ കാര്യങ്ങളുടെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു 90-92 വയസ്സ് പ്രായമുള്ള അമ്മയോട് ആ ബിഹേവ് ചെയ്യുന്നത് അവർ ഏത് കാലത്താണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്നലകളിലാണോ ഈ ദിവസങ്ങളിലാണോ, ഇനി ഇവരറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നാൽ ആൾക്കാർക്കും കൂടെ മനസ്സിലായേനെ. പക്ഷേ അവരിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും രക്ഷപ്പെട്ട് അമ്മയെ ഗാന്ധി ഭവനിൽ കൊണ്ടുവന്ന് സുരക്ഷിതമാക്കി മാറ്റിപ്പാർപ്പിക്കുന്ന അമ്മയോട് എത്രമാത്രം സ്നേഹമുള്ള ഒരു മകൾ എന്നുള്ള രീതിയിലേക്കാണ് ഒരു കലാകാരിയും ഒരു നടിയൊക്കെ ആയിട്ടുള്ള അവരെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഈ നമ്മളിപ്പോൾ ഇത്രയും കണ്ട ദൃശ്യങ്ങൾ അത് AI ജനറേറ്റഡ് ആണോ? അതായത് അത് ലവ്ലി ബാബു അല്ലേ? തൊട്ടടുത്തിരിക്കുന്ന അമ്മ എന്ന് പറയുന്ന സ്ത്രീ അതും AI ജനറേറ്റഡ് ആണോ? അത് വേറെ ആരെങ്കിലും ആണോ? ഇതും ലവ്ലി ബാബു എന്നുള്ള വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു വീഡിയോ ആണോ? ഇതൊക്കെ മറുപടി പറയേണ്ടത് ലവ്ലി ബാബു തന്നെയാണ്, അല്ലെങ്കിൽ അവരെ അടുത്തറിയുന്ന ആൾക്കാരാണ്. എന്തായിരുന്നാലും ആ ദൃശ്യങ്ങൾ AI ജനറേറ്റഡ് ആവട്ടെ, കാരണം അത് ഒറിജിനൽ അല്ലാതെ ആവട്ടെ. അത് സാധാരണ ഹൃദയമുള്ളവർക്കോ മനസ്സുള്ളവർക്കോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. 92 വയസ്സ് പ്രായം, ബോധം ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥ. പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് തന്നെ അവർ കാണിക്കുന്ന പല കാര്യങ്ങളും വീട്ടുകാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. പ്രായം കൂടുന്തോറും നമ്മുടെ ഷേക്സ്പിയർ പണ്ട് എഴുതിയിട്ടുണ്ടല്ലോ, വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ് അല്ലേ? അപ്പോൾ ആ ഒരു ഓരോ സ്റ്റേജ് പോലെ നമ്മുടെ അവസാനം പ്രായം കൂടുമ്പോൾ കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുന്നൊരു സാഹചര്യം വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്കും വരും. അപ്പോൾ ലവ്ലി ബാബുവിൻ്റെ ആദ്യം നമ്മൾ കണ്ട വീഡിയോയിൽ ലവ്ലി ബാബു പറയുന്നു, ഇതുപോലെ ആർക്കും ഒരവസ്ഥ വരുത്തരുത്, ഞാനും അമ്മയോട്ട് നിരന്തരം വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ അപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ആ അമ്മയോട് ഇങ്ങനെ പെരുമാറിയതാണോ എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രചരിക്കപ്പെടുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഞാൻ അതുകൊണ്ട് ഓവർ കമൻറ്റ് ചെയ്യാത്തത്, ആ 92 വയസ്സുകാരിയായ അമ്മ, ആ അമ്മ ശരിക്കും പറഞ്ഞാൽ ഇനിയും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകരുതെന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഈ ഒരു സാധനം അവൈലബിൾ ആയത് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്, കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യപ്പെട്ടതും അത് വളരെയധികം വൈറലായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിലെ കമൻറ്റുകളിലൂടെയാണ് ഞാൻ ഇതൊക്കെ എത്തിയതും ഞാൻ അത് സെർച്ച് ചെയ്തതും കണ്ടെത്തിയതും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളെ ഈ ഒരു കാര്യം മനസ്സിലാക്കണേ സുഹൃത്തുക്കളെ, ഈ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ അടിക്കുകയും പെയിൻ്റ് അടിക്കുകയും നമ്മൾ ചായം തേക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നിറം വർദ്ധിക്കാൻ നമ്മുടെ ത്വക്ക് ചുളുങ്ങിക്കഴിഞ്ഞാൽ വലിച്ച് അതിനെ ലിഫ്റ്റ് ചെയ്ത് മാറ്റി പലതരത്തിലേക്കൊക്കെ മാറ്റി നമ്മുടെ സൗന്ദര്യം, ചർമ്മം ഒക്കെ നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന, മരണപ്പെടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രായത്തിൻ്റെ ആധിക്യത്താൽ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റൻസ് എന്നുള്ള സിനിമയിലുള്ളതുപോലെ നമ്മൾ അവസാനം നമ്മൾ ആ ഒരു ജീർണാവസ്ഥയിലേക്ക് പോയേ പറ്റും. അത് കാലത്തിൻ്റെ ഒരു കാവ്യനീതിയാണ്. എന്തായിരുന്നാലും നമുക്കൊരു അവസാനമുണ്ട്. അപ്പോൾ നമുക്കും ഈ ഒരു അവസാനം നാളെ വരും. ഇന്ന് ഞാൻ, നാളെ നീ. അപ്പോൾ ആ ഒരു സംഭവം എപ്പോഴും മനസ്സിൽ ഓർക്കുന്നത് നന്നായിരിക്കും. നമ്മളെ വളർത്തി വലുതാക്കിയ കൈകൾ അവർക്ക് വളരെയധികം യാതനകളും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ ആയിരിക്കും നമ്മളെ വളർത്തിയിട്ടുണ്ടാവുക. വൃദ്ധരായിട്ട് മാറുന്ന സമയത്ത് അവർ നമുക്കൊരു ഭാരവും ശാപവും ഒക്കെ ആയിട്ട് മാറിയേക്കാം. നമ്മൾ വിദേശ രാജ്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ജോലിയിലും ഭാഗമായിട്ടും ഒക്കെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ അറിഞ്ഞൊരു കാര്യമാണ്. വിദേശ രാജ്യത്തിരിക്കുന്ന മക്കൾ, അവരുടെ അമ്മ മരണപ്പെട്ടു, അവസാനമായിട്ടുണ്ടായിരുന്ന അമ്മ മാത്രമാണ്. അമ്മ മരണപ്പെട്ടപ്പം മരണത്തിന് നാട്ടിലുള്ള ബന്ധുക്കൾ ലൈവിൽ ആ ഒരു ചടങ്ങുകളൊക്കെ അവിടെ വെച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പോലും ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്ത മക്കൾ. മനസ്സിലാവുന്നുണ്ട്? പറയുന്നതിൻ്റെ കാരണം ജോലി തിരക്കാണെന്ന്. സ്വന്തം അമ്മ പോലും മരണപ്പെടുന്ന സമയത്ത് വരാൻ വേണ്ടിയിട്ട് പറ്റാത്ത ചില സാഹചര്യം ഉണ്ടായേക്കാം. എങ്കിലും ഞാൻ അറിയുന്ന ആ വ്യക്തികൾക്കാണെങ്കിൽ വളരെയധികം റിച്ച് ടീംസാണ്, അവർക്ക് വരാൻ വേണ്ടിയിട്ട് കഴിയുന്നവരാണ്, എന്നിട്ട് അവർ വന്നിട്ടില്ല. സോ അവർ USA ന്യായമാണ്. ഇനി എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അവരുടെ ആ ഒരു അമ്മയും പോയി. പക്ഷേ അവർ വളരെ
ഇതായിട്ട് ചിന്തിച്ചില്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിരിക്കുക. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ അമ്മ മരണപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ അമ്മയുടെ ശവശരീരം എങ്ങനെയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എന്ത് കിട്ടാൻ, അങ്ങനെ ചിന്തിച്ചാലും വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല. നമ്മളെ നോക്കി വളർത്താൻ, നമ്മളെ പരിപാലിക്കാൻ കൊച്ചിയിലെ നമുക്ക് ആ ഒരു മാതാവ് ജന്മം നൽകുന്നത് എവിടെയാണ്? ആദ്യം ഉള്ളിൽ, വയറിൻ്റെ ഉള്ളിൽ, പിന്നെ സ്നേഹത്താൽ ഉള്ളു നിറച്ച്, അതിനുശേഷം പുറത്ത് 9 മാസം വരെ വയറിൻ്റെ അകത്ത് കിടക്കാനുള്ള സ്പേസും തന്ന് പുറത്ത് കൊണ്ട് വന്നതിന് ശേഷവും അതിന് പാലൂട്ടി, അതിന് ആഹാരം കൊടുത്ത്, എന്ന് വെച്ചാൽ മറ്റുള്ള എല്ലാത്തിലും അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി എല്ലാം കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി ഒരു വളവർഷം പോലെ ആക്കി തീർത്ത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് മക്കളെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ്, മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് മേനി പറഞ്ഞ്, മക്കൾ അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവരവിടെയാണ് ഇവിടെയാണ് ജോലി ചെയ്യുന്നതൊക്കെ പറഞ്ഞ് അവസാനം ഗുരുതരമായ അവസ്ഥയിൽ കിടപ്പിലായി. അവസാനം ഇതേ മക്കളുടെ ക്രൂരമായ ഈ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അതിനുശേഷം ജീവിതത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തി മാറി ആ മുകളിൽ പോയി നിന്നിട്ട് അവർ ചിലപ്പോൾ താഴോട്ട് നോക്കും. എൻ്റെ പൊന്നുമക്കളെ, ഇപ്പോഴും നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. സ്നേഹിച്ചവർക്കതേ പറ്റൂ. ചിന്തിക്കുക കേട്ടോ. കാരണം നമ്മളാരും ഒരു 200 വർഷത്തിന് ശേഷം നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കാൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ നിങ്ങൾ ഞാൻ. നമ്മുടെയൊക്കെ വലിപ്പം അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. 200 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 250 വർഷത്തിന് ശേഷം, ഒരു 300 വർഷത്തിന് ശേഷം നിങ്ങളോട് ആരും തിരിച്ചറിയുക പോലുമില്ല. നിങ്ങളുണ്ടെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ സമയത്ത് നിങ്ങളുടെ മരണപ്പെട്ട് നിങ്ങളുടെ ഈ ജീർണിച്ച സംഭവങ്ങളൊക്കെ ഈ ഭൂമിയിൽ ചെറിയ പൊടിപടലങ്ങളായിട്ടെങ്കിലും ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഒന്നിലും വലുതാക്കി കൈകളും വളരാൻ വേണ്ടിയിട്ട് ഒരുക്കിയ സാഹചര്യങ്ങളും അതൊക്കെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലൗലി ബാബുവിൻ്റെ കേസിൻ്റെ അകത്താണെങ്കിൽ ഈ ഒരു വീഡിയോ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു കാര്യമാണ്. എൻ്റെ സത്യാവസ്ഥ ഇനി പുറത്ത് വരട്ടെ. അതെന്നെ ശരിയല്ല, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല, AI ജനറേറ്ററാണ്, ഇത് ഞാനുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഞാനത് ഉണ്ടായ ഒരു സാഹചര്യം ഇങ്ങനെയായിരുന്നു, അതിനുശേഷം അത് എനിക്ക് മനസ്സിലായി തെറ്റ് തിരുത്തി എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് മതപരിവർത്തനത്തിൻ്റെ കാര്യം വരുന്നു, നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ കാര്യം വരുന്നു, കടങ്ങൾ വാങ്ങി വീട്ടുകാരുടെ പേരിൽ അതിനെക്കുറിച്ച് വയ്ക്കുന്ന നിഗൂഢമായിട്ട് ആ പൈസ ചിലവാക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് ഇത് ആരും അറിയണമെന്ന് പറഞ്ഞാൽ അവർ വളരെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്താണെങ്കിലും കാലം ഒന്നും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും. അമ്മമാരൊക്കെ ഉണ്ടോ? കാണുന്ന അമ്മമാരുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നൊരു ഗൈസ്. ബൈ.